ഫ്യൂച്ചർ സൊല്യൂഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെന്നിറക്കരയിലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സോളാർ ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തെടുത്ത് തന്നെ നമ്മൾ 10 കിലോവാട്ടിൻ്റെ ഓൺഗ്രിഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ പുറകെ കാണുന്നത്. നമ്മളൊരു 10 കിലോവാട്ടിൻ്റെ 535 പാനലിൻ്റെ ജെയുടെ സോളാർ പാനൽ വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന സിസ്റ്റമാണ്. നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടാലോ. പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ സെറ്റപ്പ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ ഫുൾ നീറ്റായിട്ട് ട്രങ്കിങ് കേസും നമ്മുടെ എർത്ത് ബെഞ്ചും കാര്യങ്ങളെല്ലാം ആയിട്ട് പ്രോപ്പർ സ്ലീവും കാര്യങ്ങളും ഫ്ലെക്സിബിളോസും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ വൃത്തിക്കാണ് നമ്മൾ ചെയ്യാറ്. ഇതാണ് നമ്മുടെ ACDB വരുന്നത്, AC കമ്പാരർ ബോക്സ് വിത്ത് 4 പോൾ ഐസൊലേറ്ററും നമ്മുടെ കളർ കോഡ് വയേഴ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് വിത്ത് ഫ്യൂസ്. ഇത് നമ്മുടെ DC കമ്പാരർ ബോക്സ് വരുന്നുണ്ട്. ഡബിൾ ലൈൻ ഫ്യൂസാണ് നമ്മൾ യൂസ് ചെയ്യാറ് വിത്ത് SPD. പിന്നെ OTDC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ABBയുടെ. പിന്നെ അതും നമ്മൾ ട്രങ്കിങ് കേസ് നമ്മുടെ എർത്തിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 10 ഗേജിൻ്റെ കോപ്പറാണ്. അത് നമ്മൾ സ്ലീവ് ഇട്ട് പ്രോപ്പറായിട്ട് ചെയ്യാറ്. പിന്നെ ഫ്ലെക്സിബിളോസ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ വൈഫൈ സ്റ്റിക്കാണ്. നമ്മുടെ ഇൻവെർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് 10 കിലോവാട്ടിൻ്റെ പോളിക്യാബിൻ്റെ ഇൻവെർട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും. 53.4 യൂണിറ്റ്സ് നമുക്ക് ഇന്ന് മാത്രം. ഇപ്പം സമയം നമുക്ക് 5:30 പോലും ആയില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് 53.4 യൂണിറ്റ് നമുക്കിപ്പോൾ പ്രൊഡക്ഷൻ ആയിട്ടുണ്ട്. ഇന്നലെ ആണെങ്കിൽ കറണ്ട് കട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്നലെ പ്രൊഡക്ഷൻ ഇച്ചിരി കുറവായിരുന്നു. പക്ഷേ ഇന്നിപ്പം 10 കിലോവാട്ടിൻ്റെ സൈറ്റാണ് നമ്മൾ ഓർക്കണം. 17,700 വാട്ട്സാണ് നമ്മുടെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന കോസ്റ്റ് നമ്മൾ യൂഷ്വലി 40 യൂണിറ്റ് പെർ ഡേ ആണ് നമ്മൾ യൂഷ്വലി പ്രൊജക്റ്റ് ചെയ്യാറ്. നമുക്കിപ്പം തന്നെ നിങ്ങൾ ഡാറ്റ നമ്മൾ കണ്ടല്ലോ, 53.4 യൂണിറ്റ് നമുക്ക് പെർ ഡേ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഡെയിലി ആവറേജ് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇതുവരെ മൊത്തത്തിൽ നമുക്ക് 2199 വാട്ട്സ് യൂണിറ്റ്സ് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. 46 ദിവസമാണ്. അതിന് നമ്മൾ ആവറേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് 47 സംതിങ് നമുക്ക് ഡെയിലി ആവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്. അപ്പം ബാക്കി നമുക്ക് പാനലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ പോയി കാണാം. അപ്പം ഇതാണ് നമ്മുടെ 10 കിലോവാട്ടിൻ്റെ സ്ട്രക്ചർ വരുന്നത്. നമ്മൾക്ക് ഇവിടെ ഫുൾ 5 ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞതിൻ്റെ വിട്ട് 535ൻ്റെ മോണോപ്പർക്ക് ഹാഫ് കട്ട് സെൽസാണ്, ജെയുടെ ആണ് പാനൽ വരുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം 2x2ൻ്റെ സ്ക്വയർ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. എല്ലാം കറക്റ്റ് നമ്മൾ കോൺഡ്യൂറ്റ് ഇട്ട് ക്ലാംസ് എല്ലാം കൊടുത്ത്, ടൈ ഒന്നും ഇല്ലാതെ ക്ലാംസ് എല്ലാം കൊടുത്ത് പ്രോപ്പറായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അടിയിലെല്ലാം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ബേസ് എല്ലാം ഉറപ്പിച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ഹൈറ്റ് ചെയ്തേക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഈസിലി ഒന്ന് കയറി നിന്ന് ഇതിൻ്റെ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ക്ലിയറിങ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ പിന്നെ ഇതിൻ്റെ ലൈറ്റിനിങ് അറസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ വയറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ 2 സ്ട്രിങ് ആയിട്ട് നമ്മൾ താഴെ എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ഹൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാറ്റ് പിടിക്കുമോ അങ്ങനെ കാര്യങ്ങളെല്ലാം സംശയമുണ്ട്. പക്ഷേ നമ്മളതെല്ലാം പ്രോപ്പറായിട്ട് ഇതിൻ്റെ മൗണ്ടിങ് എല്ലാം ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. നമ്മളതിൻ്റെ കസ്റ്റമായിട്ട് ഇവിടുത്തെ വീടിൻ്റെ എലിവേഷനെ വെച്ചിവിടെ ഭംഗി കൂട്ടാനും നമ്മളിത് വൈറ്റ് പെയിൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഫുൾ ഇച്ചിരി കൂടെ വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. വയറിങ് എല്ലാം ഫ്രണ്ടിൽ നിന്ന് കാണാത്ത രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ അടിച്ചേക്കുന്നത്. അപ്പം താഴെ നിന്ന് നമ്മൾ കണ്ടതിൻ്റെ വിട്ട് ഭയങ്കര ക്ലീൻ ആയിരിക്കും നമ്മൾ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം. ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ വരുന്നത്. നമുക്കിതിനകത്തുനിന്ന് നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു 40 യൂണിറ്റ് പെർ ഡേ ആണ്. നമുക്കിവിടെ 52.8 യൂണിറ്റ്സോളം നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ എങ്ങും ഷെയ്ഡോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പർ നമ്മൾ ഡയറക്ഷൻ എല്ലാം നോക്കിയാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഇൻസ്റ്റാളേഷൻ രീതി. നമ്മൾ യൂഷ്വലി ചെന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പം ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള സ്ട്രക്ചറിൻ്റെ വ്യൂ. നമ്മൾ പാനലെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഫ്രണ്ട് സൈഡ് നമുക്ക് എലിവേഷന് ബാധിക്കാത്ത രീതിയിൽ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ പാനലിൻ്റെ എണ്ണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ടാങ്ക് കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലും നമുക്കിവിടെ നടക്കാൻ നേരം ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ നമ്മളിവിടെ 20 പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. 535ൻ്റെ മുതൽ 17,700 വാട്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം ഇവിടെയാണ് നമ്മൾ എനർജി മീറ്റർ നെറ്റ് മീറ്റർ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ എനർജി മീറ്റർ സെറ്റ് ചെയ്തേക്കുന്ന ബോക്സ്.
നമ്മൾ സോളാറിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അതിൻ്റെ അകത്ത് നമ്മുടെ എനർജി മീറ്ററും നമ്മുടെ മെയിൻ സ്വിച്ചും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ നെറ്റ് മീറ്റർ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. നെറ്റ് മീറ്ററിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോഴത്തെ റെക്കോർഡിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 1355 യൂണിറ്റ് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ എക്സസ് കിടപ്പുണ്ട് ഇവരുടെ ഉപയോഗം കഴിഞ്ഞിട്ട് 1355 യൂണിറ്റ്സ്. അപ്പം നമ്മൾ മുകളിൽ നമ്മൾ കാണിച്ചിരുന്നു 2199 യൂണിറ്റ്സ് ഇവരുടെ നമുക്ക് പ്രൊഡക്ഷൻ വരുന്നുണ്ട് ഈ 46 ദിവസം കൊണ്ട്. ഈ 46 ദിവസം കൊണ്ട് ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ടായിട്ട് ഇവർക്ക് ഉപയോഗം കഴിഞ്ഞിട്ടാണ് 1355 യൂണിറ്റ്സ് അവർ എക്സസ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇലക്ട്രിക് കാറുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ, നമ്മുടെ കുക്കിങ്, അതുപോലത്തെ പല കാര്യങ്ങളും നമ്മൾ ഇലക്ട്രിക്കിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വെളിയിടുന്ന ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കറണ്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കാതെ നമുക്ക് ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ ഒരു റെവല്യൂഷനിൽ നിങ്ങളും കൂടെ പങ്കാളികളാകുക. അതിൻ്റെ ഇഷ്ടംപോലെ നമ്മൾ ഒത്തിരി നമ്മൾ ദിനചര്യയായിട്ടുള്ള നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പൈസ കയ്യിൽ നിന്ന് ചോർന്നു പോവുക. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് പെട്രോൾ, ഗ്യാസ്, പിന്നെ കറണ്ട് ബില്ല്, അതുപോലത്തെ കാര്യങ്ങൾ. അതെല്ലാം നമുക്ക് ഇതിൽ കൂടെ നമുക്ക് സേവ് ചെയ്യാം. അപ്പം നിങ്ങളും ഇതിലോട്ട് സ്വിച്ച് ചെയ്യുക, സോളാറിലോട്ട് എടുക്കുക. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ പേര് ജിതിൻ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.